നമസ്കാരം, ഞാൻ നജീബ് വടതല. ക്രിസ്മസിന് അധികം ദിവസങ്ങളില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു 2 ഐറ്റമാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും. അത് കാറ്ററിംഗ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. ഈ വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ ചിക്കൻ സ്റ്റൂവിന് ഒരു കോഴിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു കോഴി എന്ന് പറയുമ്പോൾ 2 കിലോത്തിന് ഒരു കോഴി. ഒരു കാരണവശാലും 2 കിലോ മേളിലോട്ട്, ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, ഇപ്പോഴും പറയുകയാണ്, 2 കിലോ മേളിലോട്ട് കോഴി പോകരുത്. അപ്പം ആരനായി പോകും ഇറച്ചി. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂവിനൊക്കെ പ്രത്യേകമായിട്ടും 2 കിലോത്തിന് താഴത്തുള്ള കോഴി തന്നെ ആയിരിക്കണം, സോഫ്റ്റ് ഉണ്ടാകണം കേട്ടോ. അപ്പോൾ 2 കിലോത്തിനൊരു കോഴി, അപ്പോൾ ഒരു 1,250 1,300 ഗ്രാം മീറ്റ് കിട്ടും കേട്ടോ. അതിൻ്റെ സ്റ്റൂ ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ അരിയണം കേട്ടോ സ്റ്റൂവിന്. ഒരു 7 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കേട്ടോ. 250 ഗ്രാം സവാള കേട്ടോ. ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും, ഒരു വലിയ ക്യാരറ്റും ഈ സ്ക്വയർ കട്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങാട, 2-ാം പാലും തലപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാം. ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 75 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 8 ഗ്രാമ്പു, ഒരു 5 ഏലക്ക, ഒരു 3-4 ചെറിയ കഷ്ണം, 3-4-5 ചെറിയ കഷ്ണം കറുവാപ്പട്ട കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ. ഇഞ്ചി മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ, വെളുത്തുള്ളി ചേർക്കല്ലേ. ചിക്കൻ സ്റ്റൂവിൽ വെളുത്തുള്ളി ചേർക്കാറില്ല. ഇനി അതിലേക്ക് 2 സവാള അരിഞ്ഞത് കേട്ടോ. അതിൻ്റെ കൂടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരു 7 എണ്ണം കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു 2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റൂവിന് ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ലേശം ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. 60% സവോള വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ. ഇനി അതിലേക്ക് നമ്മുടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ചിക്കനിട്ട് ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് വെള്ളം വലിപ്പിച്ച് കഴിയുമ്പോഴേ ചിക്കൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുമല്ലോ കേട്ടോ. എന്നിട്ട് നമുക്ക് 2-ാം പാലിൽ ഈ ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ വേകുമ്പോഴേ നമുക്കൊരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ നുറുക്കാണ് കേട്ടോ ഇത്. 100 ഗ്രാം അണ്ടിപ്പരിപ്പിൻ്റെ നുറുക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങി അരക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ നുറുക്ക് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ചിക്കൻ വെന്തിട്ടുണ്ടേ. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടാണ് കുരുമുളക് പൊടി നമ്മൾ ഇടുന്നത് കേട്ടോ. കാരണം നേരത്തെ കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് കഴിയുമ്പോൾ അതിന് കറുത്ത കളർ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് കുരുമുളക് പൊടി ഇടുന്നത് കേട്ടോ. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയേ. പുഴുങ്ങിയെടുത്ത അണ്ടിപ്പരിപ്പ് നുറുക്കരച്ചത് കേട്ടോ. അണ്ടിപ്പരിപ്പ് അരച്ചതേ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു
1 ടീസ്പൂൺ ഏലക്കപ്പൊടി കേട്ടോ. ഏലക്ക നന്നായിട്ട് പൊടിയണമെങ്കിൽ പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ മതി. ഏലക്കപ്പൊടിയാണ് ഇതിന് നല്ല ടേസ്റ്റ് തരും കേട്ടോ, ഒരു പ്രത്യേക കളറും തരും. ഇനി 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാവേ. ആഹാ, നല്ല പൊളപ്പ സാധനമായിട്ട് കിടക്കണേ. ചെറിയ പൊട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇറക്കി വെക്കാവേ, തിളപ്പിച്ച് കളയരുത്. ഇറക്കി വെച്ചിട്ടൊന്ന് താളിക്കണം. അവസാനമായിട്ട് ഇനി നമുക്കൊന്ന് താളിച്ച് ഒഴിക്കണം. അപ്പോൾ കുറച്ച് നെയ്യ് കേട്ടോ, ലേശം മതിയേ. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഉണക്കമുന്തിരി ഇടാം, നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ആഹാ, നല്ല പൊളപ്പ സാധനമായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ചേർത്തേക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ടാവും. പിന്നെ അണ്ടിപ്പരിപ്പ് ലേശം ചേർക്കുന്ന ആൾക്കാർക്ക് അവസാനം കുറച്ച് കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് അതിൻ്റെ നമ്മുടെ കറക്റ്റ് പരുവത്തിലേക്ക് ആക്കി എടുക്കുക കേട്ടോ, ആ കൊഴുപ്പ്. ഇപ്പോൾ ഓൾറെഡി 100 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ചേർത്തേക്കുന്നതുകൊണ്ട് അതിന് കോൺഫ്ലവർ പൊടിയുടെ ആവശ്യമില്ല, ആ കറക്റ്റ് പരുവമാണ്. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാവേ. ഓൾറെഡി അപ്പത്തിൻ്റെ മാവ് സെറ്റാണ്. നമ്മൾ ഇന്നലെ രാത്രി അരച്ച് വെച്ചേക്കണാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ എടുത്ത് നമ്മൾ ഇനി ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിത് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് പച്ചരി മാത്രം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഒരു 5 മണിക്കൂറോളം കുതിർത്തണം. നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ പച്ചരി എടുത്തിട്ട് അരക്കാൻ നേരത്ത് ഒരു 3/4 കപ്പ് ചുരണ്ടിയ തേങ്ങായും 1/2 കപ്പ് ചോറും കൂടി ഇടുക. എന്നിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് അരച്ച് നമ്മൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഉപയോഗിക്കാൻ നേരത്ത് നമ്മളൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനി അങ്ങനെ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. 2 അപ്പം. ആഹാ, അങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ആരും കിട്ടിയില്ല, ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ല പൊളപ്പസാണ് കേട്ടോ. പൊളപ്പൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെയും വെള്ളയപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.